والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ കബൂലാക്കട്ടെ. വിശുദ്ധ റമളാൻ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന കൂട്ടത്തിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഇന്നത്തെ വിഷയം സക്കാത്ത് എന്നുള്ള വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. വളരെ വിപുലമായ വിഷയമാണ് പരിശുദ്ധമായ സക്കാത്ത് എന്നുള്ളത്. വിഷയത്തിന്റെ പ്രധാനപ്പെട്ട സംഭവം മാത്രം പറയാനേ ഈ ക്ലാസ് അതുകൊണ്ട് കഴിയുകയുള്ളൂ. അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങാനും അതുപോലെ തന്നെ അതിൻ്റെ ഫിഖഹിയായ കാര്യങ്ങളൊക്കെ വിശദീകരിക്കാതെ പരിശുദ്ധമായ സക്കാത്തിന്റെ മഹത്വം എന്താണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞതിനെ വിവരിക്കുക എന്നുള്ളതാണ്. സക്കാത്ത് കൊണ്ട് സമൂഹത്തിലെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് ആഗ്രഹിക്കുന്നത്. സമ്പന്നരായ ആളുകൾ, ധനികന്മാരായ ആളുകൾ, സമ്പത്തുള്ളവർ ഒരു വർഷം പൂർത്തിയായാൽ അവരുടെ ആ വർഷത്തിന്റെ കണക്കുകൂട്ടൽ കഴിഞ്ഞ് സക്കാത്ത് 2.5% കൊടുക്കാൻ വേണ്ടി പരിശുദ്ധ ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട വിഷയമാണല്ലോ പരിശുദ്ധമായ സക്കാത്ത് എന്നുള്ളത്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനഭാവന്റെ കാലഘട്ടത്തിൽ അന്നത്തെ യമനിലെ ഗവർണറായിരുന്ന ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു അൻഹു യമനിൽ നിന്ന് സക്കാത്തിന്റെ പണത്തിൽ നിന്ന്, പൈസയിൽ നിന്ന് 3 ഭാഗം ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് കൊണ്ടുവരികയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ആ പണം കൊണ്ടുവന്നപ്പോൾ പറഞ്ഞു, മുആദ് റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, ഇത് സക്കാത്ത് ഇസ്ലാമിന്റെ കണക്കനുസരിച്ച് പാവങ്ങളിലേക്ക് കൊടുക്കാനുള്ളതാണല്ലോ. അതുകൊണ്ട് നാട്ടിൽ ഇത് കൊടുക്കാതെ ഈ സക്കാത്തിന്റെ പണം എന്തിനാണ് കൊണ്ടുവന്നതെന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ചോദിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് നിയമിക്കുന്നതും പറഞ്ഞയക്കുന്നതും. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, അവിടെ സക്കാത്ത് സ്വീകരിക്കാനുള്ള ആളുകൾ ഇല്ലാത്തത് കൊണ്ടാണ് 1/3 ഭാഗം ഇവിടേക്ക് കൊണ്ടുവന്നത്. 2ാമത്തെ വർഷവും ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു തആല ഇതുപോലെ കൊണ്ടുവന്നു. 3ാമത്തെ വർഷമാകുമ്പോൾ സക്കാത്തിന്റെ മുഴുവൻ പണവുമായി ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ വന്നുകൊണ്ട് കൊടുക്കുകയും യമനിൽ സക്കാത്ത് സ്വീകരിക്കാനുള്ള ആളുകളില്ല, അവിടെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തിരിക്കുന്നെന്ന് ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു തആല പറയുകയുണ്ടായി. ഇസ്ലാമികമായ സാമ്പത്തികമായ വ്യവസ്ഥയിൽ സക്കാത്ത് കൊടുക്കേണ്ടവർ കൊടുക്കേണ്ട പ്രകാരം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പാവങ്ങൾക്ക് പ്രയാസമുണ്ടാവില്ല. എല്ലാവരും സക്കാത്ത് സ്വീകരിക്കാൻ അർഹതപ്പെട്ട ആളുകൾ തന്നെ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ചില ആളുകളുടെ കയ്യിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പണം കൊടുക്കും. അത് കൊടുക്കുന്നത് പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് അല്ലാഹു തആല കൊടുക്കുന്നത്. എല്ലാവരെയും അല്ലാഹു തആല സമ്പന്നരാക്കിയിട്ടില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ടാണ് സമ്പന്നരായ ആളുകൾ 2.5% പാവപ്പെട്ടവർക്ക് അതിൽ 8 വിഭാഗം ആളുകളിൽ ചില
വിഭാഗം മാത്രമാണ് ഇന്ന് നിലവിലുള്ളത്. അവർക്ക് കൊടുക്കാൻ വേണ്ടി പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത്, സക്കാത്തിന്റെ അവകാശികൾ ആരെല്ലാമാണ്. ഇൻഷാ അല്ലാഹ് അത് എപ്പോഴെങ്കിലും സുബഹിയുടെ ക്ലാസ്സിൽ വിശദമായി നമുക്കത് ചർച്ച ചെയ്യാം. ഏതെങ്കിലും ഒരു പണം വിശുദ്ധ റമദാനിൽ ഒരു 10 രൂപ അല്ലെങ്കിൽ 100 രൂപ കൊണ്ടുവന്ന് ഇങ്ങനെ വഅദ് പറയുന്ന ആൾക്കും മുഖാലിങ്ങൾക്ക് ഇങ്ങനെ കൊടുത്താലും സക്കാത്താവില്ല. സക്കാത്തിന് ചില കണക്കുകളുണ്ട്. വർഷം പൂർത്തിയാകണം. ഇന്ന് ജനുവരി 1-നാണെങ്കിൽ അടുത്ത ജനുവരി 1-നാണ് വർഷം പൂർത്തിയാകുന്നത്. ആ കണക്കനുസരിച്ച് ഇത് കൂട്ടി അതിൽ മിച്ചമുള്ളതിൽ 2.5% കൊടുക്കാൻ വേണ്ടിയാണ് പരിശുദ്ധ ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് പറഞ്ഞത് കാണാം. മാ അഫല്ലാഹു അലാ റസൂലിഹി മിൻ അഹ്ലിൽ ഖുറാ ഫലില്ലാഹി വലിർറസൂലി വലിദിൽ ഖുർബാ വൽ യതാമാ വൽ മസാകീൻ വബ്നിസ് സബീൽ കൈ ലാ യകൂന ദൂലതൻ ബൈനൽ അഗ്നിയാഇ മിൻഹും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഫൈബ് സ്വത്ത് എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ നിന്ന് കിട്ടിയതായ സ്വത്തുക്കൾ, അതിൽ നിന്ന് പിടിച്ചെടുത്തതായ സ്വത്തുക്കൾ, അത് ആർക്കുള്ളതാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു അത് അല്ലാഹുവിനുള്ളതാണ്. വലിർറസൂലി അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ളതാണ്. അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വീകരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അല്ലാഹുവിന്റെ ഹബീബിന്റെ കുടുംബത്തിനും സക്കാത്ത് കൊടുക്കരുത് എന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. സക്കാത്ത് നേർച്ച എന്നുള്ളത് അഹ്ലു ബൈത്തിന് അനുവദനീയമല്ല. ലാ യഹില്ലു ബി മുഹമ്മദിൻ വലാ യഹില്ലു ലി അഹ്ലി ബൈത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കുടുംബ പരമ്പര അവർ ബഹുമാനിക്കേണ്ടവരാണ്, ആദരിക്കപ്പെടേണ്ടവരാണ്. അതുകൊണ്ട് സക്കാത്ത് പോലത്തത്, നേർച്ച പോലത്തത് അത് അവർക്ക് കൊടുക്കരുത് എന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അവർക്ക് ഹദിയ കൊടുക്കാം. ഇതെല്ലാം അല്ലെങ്കിൽ ഉപഹാരമായിട്ടെന്തും സയ്യിദന്മാർക്ക് നമുക്ക് കൊടുക്കാവുന്നതാണ്. കാരണം സക്കാത്ത് എന്നുള്ളത് അത് നമ്മുടെ സമ്പത്തിന്റെ മ്ലേച്ഛമായ ഒന്നാണെന്ന്. അത് സക്കാത്ത് എന്നുള്ളത് സമ്പത്തിന്റെ അടുക്കാണ്. അത് അഹ്ലു ബൈത്തിനോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുക്കരുത് എന്നുള്ളതാണ്. പിന്നെ ആർക്കാണ് ഫൈബ് സ്വത്തുള്ളത്? അത് വലിദിൽ ഖുർബ വൽ യതാമ വൽ മസാകീൻ വബ്നിസ് സബീൽ, മിസ്കീന്മാർ, യതീമികൾ, അതുപോലെ തന്നെ ഹലാലായ ഉദ്ദേശം വെച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന ആളുകൾ, ഇവർക്കാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അല്ലാഹുവിന്റെ വഴിയിൽ ചെലവഴിക്കുക എന്നുള്ളത് ഇൻഫാഖു ഫീ സബീലില്ലാഹ്. സമ്പന്നരായ ആളുകൾ അല്ലാഹുവിന്റെ വഴിയിൽ, അല്ലാഹുവിന്റെ വഴി എന്ന് പറയുമ്പോൾ അത് നോമ്പ് തുറയുടെ ഭാഗമാകുമ്പോൾ അത് അല്ലാഹുവിന്റെ വഴിയിലാണ്. പാവപ്പെട്ടവരെ സഹായിക്കുക എന്നുള്ളത് അല്ലാഹുവിന്റെ വഴിയിൽ ചെലവഴിക്കലാണ്. ശൈത്താൻ നിങ്ങളോട് വന്ന് പറയുന്ന ശൈത്താൻ യഈദുകുമുൽ ഫഖർ. പാവപ്പെട്ടവരാൾക്ക് കൊടുക്കുമ്പോൾ ശൈത്താൻ നിങ്ങളോട് പറയും ദാരിദ്ര്യമുണ്ടാകും, കൊടുക്കണ്ട എന്ന് പോലും ശൈത്താൻ നിങ്ങളെ മന്ത്രിക്കും. അതെല്ലാം നിങ്ങളുടെ ഭാര്യയുടെ രൂപത്തിൽ, ചങ്ങാതിയുടെ രൂപത്തിൽ വന്ന് പറയും ചെലവഴിച്ചാൽ എല്ലാം നഷ്ടപ്പെട്ടു പോകും, നീ ദരിദ്രനാകും, കൊടുക്കണ്ട എന്ന് ശൈത്താൻ ഉപദേശിക്കുമെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. കൊടുക്കുക എന്നുള്ളത് യുഖ്ലിഫുല്ലാഹ്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു, കൊടുക്കുന്ന ആൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം പകരമായി അല്ലാഹു തആല കൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കൊടുക്കുന്ന ആൾക്ക് വല്ലാഹു യഈദുകും മഗ്ഫിറത്തും മിൻഹു മിൻ ഫദ്ലി. അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദോഷങ്ങളെ കൊടുക്കപ്പെടുമെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല വിശദമായി പറയുന്നുണ്ട്. അതുകൊണ്ട് ഉള്ളത് അല്ലാഹുവിന്റെ വഴിയിൽ, നന്മയുടെ വഴിയിൽ ചെലവഴിക്കുക എന്നുള്ളതാണ്. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, സലാസത്തുൻ, 3 വിഭാഗം ആളുകൾ ലാ യുകല്ലിമുഹുല്ലാഹ്. ആ 3 വിഭാഗം ആളുകളോട് നാളെ പാരത്രികരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുകയില്ല. മാത്രമല്ല
ولا يكلمهم الله يوم القيامة ولا ينظر إليهم അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം അള്ളാഹുവിന്റെ തിരുനോട്ടം അവനിൽ ഉണ്ടാവുകയില്ല. വലാ യുസക്കീഹിം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സംസ്കരിച്ചെടുക്കുകയില്ല, അവനെ ശുദ്ധീകരിച്ചെടുക്കുകയില്ല. വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം നാളെ പാരത്രിക ലോകത്തെത്തുമ്പോൾ അവന് വേദനാജനകമായ ശിക്ഷ ലഭിക്കുന്നതാണെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. ഈ മൂന്ന് വിഭാഗം ആളുകൾ ആരാണെന്ന് അറിയുമോ? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അൽ മന്നാനു ബൈനമാ ഉർവാ കൊടുത്തതെടുത്ത് പറയുന്ന ആൾ, കൊടുത്തത് വലിയ കാര്യമായി പറയുന്ന ആളുണ്ടല്ലോ, അവൻ കൊടുക്കുക എന്നുള്ളത് വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാൻ പാടില്ല. അത്രക്കാർക്ക് നാളെ പാരത്രിക ലോകത്ത് അർശിന്റെ നിഴൽ ലഭിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അർശിന്റെ നിഴൽ ലഭിക്കുന്ന ഒരു വിഭാഗമാണ് കൊടുത്തത് വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയാതെ രഹസ്യമായി സ്വതക്ക ചെയ്യുന്ന ആളുകൾ. ഇനി പരസ്യമാക്കാൻ പറ്റുമോ? വിശുദ്ധ ഖുർആനിൽ പരസ്യമായി കൊടുക്കാമെന്നും കൂടിയുള്ള ആയത്തുകളൊക്കെ ഉണ്ട്. ഏതായാലും കൊടുത്തത് ഞാൻ അവിടെ ഇത്ര കൊടുത്തു, ഞാൻ ഇങ്ങനെ കൊടുത്തുന്ന അഹങ്കാരത്തോടു കൂടെ പറയുന്ന ആളുകൾ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അല്ലാഹു തആല ആ മനുഷ്യനോട് അല്ലാഹു തആല സംസാരിക്കുകയില്ല. മാത്രമല്ല അവനിലേക്ക് അവന്റെ കാരുണ്യത്തിന്റെ നോട്ടം പോലും ഉണ്ടാവുകയില്ല. വലാ യുസക്കീഹിം അല്ലാഹു തആല തസ്കിയത്ത് ചെയ്യുകയില്ല. രണ്ടാമത്തെ വിഭാഗം ഏതാണെന്ന് അറിയുമോ? വൽ മുസ്ബിലു ഇസാറ നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിച്ച് വലിച്ചടിക്കുന്നവരാരുണ്ടോ? വലിയ പാൻറ്റൊക്കെ ധരിച്ചിട്ടുണ്ടാകും, നിര്യാണിയുടെ താഴെ വലിച്ചു മറത്തുന്നാൽ അത്രക്കാരിലേക്കും അല്ലാഹുവിന്റെ നോട്ടം ഉണ്ടാവുകയില്ല. പിന്നെ ഏതാണ്? കച്ചവടത്തിൽ കളവ് പറഞ്ഞ് കച്ചവടം നടത്തുന്ന ആൾ. ഇത് ധാരാളമാണ്. കച്ചവടം നടത്തുമ്പോൾ കളവ് പറഞ്ഞുകൊണ്ട് പറഞ്ഞാൽ അള്ളാഹിനെ തന്നെയാണ് സത്യം, ഉമ്മാനെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് ബിസിനസ് നടത്തുന്നവർ, അത് ഏത് രീതിയിലുള്ള കച്ചവടമാണെങ്കിലും അത്രക്കാരിലേക്ക് അള്ളാഹിന്റെ നോട്ടമുണ്ടാവില്ല. അല്ലാഹു തആല അവനെ തസ്കിയത്ത് ചെയ്യുകയില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, സ്വതക്ക കൊടുക്കുക അല്ലെങ്കിൽ സക്കാത്ത് കൊടുക്കുക എന്നുള്ളത് അത് എടുത്തു പറയാനുള്ളതല്ല. അല്ലാഹ് തന്നെ സമ്പത്ത് അത് കൊടുക്കാനുള്ളതാണ്. ഒരു സെക്കൻഡ് മതി സമ്പത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നത് ഇല്ലായ്മ ചെയ്യാൻ. ചെറിയ ഒരു രോഗം വന്നാൽ ആ രോഗത്തിൽ അവന് പ്രയാസപ്പെട്ട കോടാനക്കോടി സമ്പത്തുള്ളവർ പോലും ദരിദ്രന്മാരായി മാറുന്നത് നിങ്ങൾ കണ്ടില്ലേ പ്രിയമുള്ള സഹോദരന്മാരെ? അല്ലാഹ് തന്നെ സമ്പത്ത് അത് കൊടുക്കുക എന്നുള്ളതാണ്. ഖുദ് മിൻ അംവാലിഹിം സ്വദഖതൻ തുതഹിറുഹും വതുസക്കീഹിം വസല്ലി അലൈഹിം ഇന്ന സ്വലാത്തഹും സകനുൻ അലൈഹിം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരിടത്ത് പറയുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞതാണ് ഖുദ് മിൻ അംവാലിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു സക്കാത്ത് വാങ്ങാൻ വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു സ്വദഖതൻ ഖുദ് മിൻ അംവാലിഹിം സ്വദഖ. സ്വദഖ എന്ന പ്രയോഗം അത് സക്കാത്തിൻ്റെതാണെന്ന് മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ സക്കാത്തിന്റെ പണം വാങ്ങാൻ വേണ്ടി ആ സക്കാത്ത് കൊടുത്താൽ തുതഹിറുഹും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ശുദ്ധീകരിക്കും. വതുസക്കീഹിം അതുപോലെ തന്നെ ആത്മീയമായി അല്ലാഹു തആല നിങ്ങളുടെ ഖൽബുകളെ സംസ്കരിച്ചെടുക്കും റബ്ബ് സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് നബിയെ സക്കാത്ത് കൊടുക്കുന്ന ആൾക്ക് വസ്വല്ലി അലൈഹിം അവർക്ക് നിങ്ങൾ പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക. ഇന്ന സ്വലാത്തഹും തീർച്ചയായും തങ്ങളുടെ പ്രാർത്ഥന എന്നുള്ളത് സകനുല്ലഹും അവർക്കത് സമാധാനമാണ്, ശാന്തിയാണെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ പരിശുദ്ധമായ ആയത്ത് അവതരണമായപ്പോഴാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജുഹൈന ഗോത്രത്തിൽപ്പെട്ട രണ്ട് ആളുകൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കുകയാണ്. അങ്ങനെ വിളിച്ചുകൊണ്ട് സക്കാത്തിന്റെ പണം വാങ്ങാൻ വേണ്ടി രണ്ട് സമ്പന്നന്മാരായ ആളുകളിലേക്ക് ബനൂ സുലൈം ഗോത്രത്തിൽപ്പെട്ട രണ്ട് ആളുകൾ ഉണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒരാളാണ് ഹാത്തിം എന്ന് പറയുന്ന ആൾ. വേറെ ഒരു സ്വഹാബിയുടെ പേര് അത് വ്യക്തമാക്കിയിട്ടില്ല. ഈ രണ്ട് ആളുകളുടെ അരികിലേക്ക് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സക്കാത്തിന്റെ പണം വാങ്ങാൻ വേണ്ടി പറഞ്ഞയക്കുകയാണ്. അങ്ങനെ നേരെ സക്കാത്തിന്റെ പണം വാങ്ങാൻ വേണ്ടി ബനൂ ജുഹൈന ഗോത്രത്തിൽപ്പെട്ട ആളുകൾ നേരെ പോയി. ആദ്യം പറഞ്ഞ ഒരു സ്വഹാബിയുടെ അരികിലേക്ക് ഹാത്തിം എന്ന് പറയുന്ന സ്വഹാബിയുടെ അരികിലേക്ക് പോയപ്പോൾ അയാൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കത്ത് കൊടുത്തയച്ചു, സക്കാത്തിന്റെ ഒരു വിഹിതം കൊടുത്തയക്കാൻ വേണ്ടി. അങ്ങനെ ആ കത്ത് കിട്ടിയപ്പോൾ അയാൾ ആ കത്ത് വായിച്ചുകൊണ്ട് അയാൾ കളിയാക്കി, മാ ഹാദിഹി ഇല്ലാ ജിസിയ, ഇത് ടാക്സ് ആണല്ലോ, അല്ല ടാക്സ് അല്ലെങ്കിൽ ടാക്സിന്റെ സഹോദരിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഉഖ്തു ജിസിയ എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്വഹാബി കളിയാക്കുകയും പിന്നീട് കാണാമെന്ന് അയാൾ പറഞ്ഞേക്കുകയും ചെയ്തു. അങ്ങനെ ആ സ്വഹാബാക്കൾ മടങ്ങി മറ്റൊരു സ്വഹാബത്തിന്റെ ഇതിലേക്ക് പോകുമ്പോൾ ഒത്തിരി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സക്കാത്തിന്റെ പണം വാങ്ങാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെന്ന് അറിഞ്ഞ ആ സ്വഹാബി നല്ല ഒന്നാം തരം 2 ഒട്ടകം അദ്ദേഹം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പോയ സ്വഹാബാക്കൾ പറഞ്ഞു, ഇത്ര മുന്തിയതൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും അദ്ദേഹം കണക്കിലെടുക്കാതെ അത് അദ്ദേഹം കൊടുത്തയക്കുകയും ചെയ്തു. സ്വഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് മടങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് വരുമ്പോൾ തന്നെ അല്ലാഹുവിന്റെ ഹബീബിന് മനസ്സിലായി തഅലബ എന്ന് പറയുന്ന സ്വഹാബി സക്കാത്ത് കൊടുത്തിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അറിയിച്ചു കൊടുത്തിരുന്നു. അപ്പോൾ തന്നെ നബി തങ്ങളുടെ സ്വഹാബാക്കൾ പറയുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ വൈഹക തഅലബ, തഅലബയുടെ നാശം, ശഅലബയുടെ നാശം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ആരായിരുന്നെന്ന് അറിയുമോ? സഅലബ എന്നുള്ള സ്വഹാബി ഒരിക്കൽ പാപ്പറായിരുന്ന ദരിദ്രനായിരുന്ന ഒന്നുമില്ലാത്ത ആൾ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, റസൂലുള്ളാഹ അയ്യർസുഖനി, നബിയേ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ, പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചതിന്റെ അനന്തരഫലമായി ധാരാളം സമ്പത്തുകൾ, ഒട്ടകങ്ങൾ, ആടുകളെല്ലാം വർദ്ധിച്ച മഹാനാണ് സഅലബ എന്ന് പറയുന്ന സ്വഹാബി. പിന്നീട് അദ്ദേഹം അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സക്കാത്ത് കൊടുക്കാതെ വന്ന് അപ്പോഴാണ് വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഇറങ്ങുന്നത്, വമിൻഹും മൻ ആഹദല്ലാഹ വമിൻഹും മൻ ആഹദല്ലാഹ ലഇൻ ആതാനാ മിൻ ഫദ്ലിഹി ലനസദ്ദഖന്ന വലനകൂനന്ന മിനസ് സാലിഹീൻ ഫലമ്മാ ആതാഹും മിൻ ഫദ്ലിഹി ബഖിലൂ വതവല്ലൂ മുഅ്രിദൂൻ ഫഅഖബഹും നിഫാഖൻ ഫീ ഖുലൂബിഹിം ഇലാ യൗമി യൽഖൗനഹു ബൈന അഖലഫുല്ലാഹു മാ വഅദഹു ബിമാ കാനൂ യക്ദിബൂൻ. ഈ ഒരൊറ്റ ആയത്തിന്റെ അർത്ഥമാണ് നിർത്തുകയാണ്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആയത്ത് അവതീർണമായി വമിൻഹും, ജനങ്ങളുടെ കൂട്ടത്തിൽ മൻ ആഹദല്ലാഹ്, അല്ലാഹുവിനോട് അവർ ശപഥം ചെയ്തു പറയും, ലഇൻ ആതാനാ മിൻ ഫദ്ലി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഔദാര്യം കൊണ്ടെന്തെങ്കിലും അല്ലാഹു തആല തന്നാൽ നമുക്കൊക്കെ അങ്ങനെ ആഗ്രഹമുണ്ടാകും. അല്ലാഹു വലിയ സമ്പത്ത് തന്നാൽ, എന്നെ കോടീശ്വരനാക്കിയാൽ ഞാൻ ധാരാളം സദഖകൾ കൊടുക്കും, പാപങ്ങൾക്ക് കൊടുക്കും, പ്രയാസപ്പെടുന്ന ആൾക്ക് കൊടുക്കുമെന്നൊക്കെ നമുക്കൊക്കെ ആഗ്രഹമുണ്ടാകും. അതേപോലെ പറഞ്ഞു, അല്ലാഹുവിന്റെ ഔദാര്യമുണ്ടായാൽ, സമ്പത്ത് വന്നു കിട്ടിയാൽ അതെല്ലാം ഞാൻ സ്വതക്ക ചെയ്യും, സ്വാലിഹീങ്ങളിൽ പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പിശുക്കരായി. മാത്രമല്ല അവരെല്ലാം മുഖം തിരിച്ചു കളയുകയും കണ്ടില്ല എന്ന് നടിക്കുകയും ചെയ്ത ഒരു വിഭാഗം ആളുകൾ
ഫഅഅഖബഹും നിഫാഖാ ഫീ ഖുലൂബിഹിം അവരുടെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഫാഖ്